ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഈ കാണുന്ന പോലെ ഇന്നുള്ളത് രാജസ്ഥാനിലാണ്. ഇപ്പോൾ അതായത് നമ്മൾ ഡൽഹി ടു കേരളത്തിലോട്ടൊരു യാത്ര തിരിച്ചിരിക്കുകയാണ്. ഞാൻ ഇവിടുന്ന് മേടിച്ച നമ്മുടെ ഈ XUV കാറുമായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇറങ്ങിയ സമയത്തൊക്കെ ഒരുപാട് ബിസി ആയതുകൊണ്ട് തന്നെ വേറെ ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ആയത്. നിങ്ങൾ കാണുന്നുള്ളത് ഗായ്സ്, എൻ്റെ വണ്ടി ഫുൾ ലോഡാണ്. ഇന്നലെ രാത്രിയും കുറച്ച് 2 ദിവസമായി ഞാൻ ഇതിൻ്റെ എല്ലാം തിരക്കായിരുന്നു. ക്വാർട്ടറെല്ലാം വിഡ്രോ ചെയ്ത് ഫുൾ സാധനങ്ങളെല്ലാം ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി കൊറിയറായിട്ട് ഒന്നും അയച്ചിട്ടില്ല, എല്ലാം ഇതിൽ തന്നെയാണ് കയറ്റിയിട്ടുള്ളത്. ഫ്രിഡ്ജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ തന്നെ വിറ്റിട്ട് ഞങ്ങളങ്ങനെ വണ്ടിയിൽ ഇന്ന് യാത്ര തിരിച്ചു. മോർണിംഗ് തിരിച്ചു. ഏകദേശം ഇപ്പോൾ ഒരു ഈവനിങ് ആയി. സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു, കാരണം കുറച്ച് തിരക്കുമായി പോയി. അതായത് നമ്മൾ ഡൽഹി വിട്ടാണ് വരുന്നത്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് നമ്മൾ താമസിച്ച സ്ഥലത്തുള്ള സാധനങ്ങളും എല്ലാം വാരി കിട്ടി വന്നപ്പോൾ താമസിച്ചു പോയി. പിന്നെ ആയിരുന്നു നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫസ്റ്റ് ട്രിപ്പാണ്. ആയിരം ചിരിക്കുകയാണ്. ആയിരുന്ന ഫസ്റ്റ് ട്രിപ്പാണ് നമ്മളെ കൂടെ. നമ്മളെ ലഗേജൊക്കെയാണ് ബാക്കിൽ ഉള്ളത്. ഒന്നും കാണാൻ പോലും പറ്റുന്ന അത്രമാത്രം തിങ്ങി നിരിക്കുകയാണ് നമ്മൾ വച്ചേക്കുന്നത്. പോലെ മരുഭൂമികളിൽ കൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. എത്രത്തോളം നിങ്ങൾ കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ഒപ്പിയെടുക്കുകയായിരുന്നു. രാജസ്ഥാൻ മരുഭൂമിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് നേരെ നമ്മൾ രാജസ്ഥാൻ എത്തിയിട്ടുണ്ട്. ഒരു 3000 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. 300 കിലോമീറ്റർ 3000 പോണം. അതിൽ 300 നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതിൽ വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മൾ ആ ഒരു ഞാനിപ്പോൾ പോകുന്നിരിക്കുന്നത് ഇവിടെയൊക്കെ മഞ്ഞപ്പൂക്കൾ കാണാം. പിന്നെ പേപ്പർ ചെടി, നമ്മുടെ നാട്ടിൽ പേപ്പർ ചെടി ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ബോർഡുണ്ട് ദൂരെ. ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്. ഈ ബോർഡാണ് നമ്മുടെ ഏക ആശ്രയം. ഈ ബോർഡിൽ നമ്മൾ എഴുതിയിരിക്കും ഇത്ര കിലോമീറ്ററിനുള്ളിൽ ഒരു പെട്രോൾ പമ്പ്, വാഷ്റൂം, സർവീസ് എല്ലാം കാണുമെന്ന്. അങ്ങനെ ഒരു ബോർഡ് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഒരു നൈറ്റ് 8 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബുണ്ടി എന്ന് പറയുന്ന രാജസ്ഥാനിലെ ഒരു സ്ഥലത്താണ്. ബുണ്ടി സഫാരി എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ ഇന്ന് റൂം എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ റൂമൊക്കെ കയറി കണ്ടു. റൂമൊക്കെ വളരെ ക്ലീൻ ആൻഡ് നീറ്റാണ് ഗൈസ്. വെറും 1000 രൂപയ്ക്കാണ് ഈ റൂം കിട്ടിയത്. അത് എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. ആ റൂമെന്ന് പറഞ്ഞാൽ നല്ല 3 സ്റ്റാർ റൂം പോലെ ഉണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റും ഇവരുടെ ക്ലീനിങ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ഒരു റേറ്റിൽ വേറെ ഒരിടത്തും റൂം കിട്ടിയിട്ടില്ലെന്ന് തന്നെ പറയാം. എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു റൂം ഈ ഒരു റേറ്റിന് കിട്ടുന്നത്. അവർ 1200 പറഞ്ഞെങ്കിൽ ഞങ്ങൾ അത് 1000 ഒതുക്കി. പക്ഷേ റൂം ആ ഒരു വിലയ്ക്ക് ഭയങ്കര വെർത്താണ്. അപ്പം ആരെങ്കിലും ഈ വഴി പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോട്ടൽ സെലക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുമാത്രമല്ല, അവിടെ തന്നെ അവരുടെ റെസ്റ്റോറൻറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെ കഴിക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇവർ ഫുഡ് കൊണ്ടുവന്നു. ഫുഡും വളരെ ടേസ്റ്റി ആയിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ക്ലോസ് ചെയ്യാണ്. നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ച് ഇന്ന് നൈറ്റ് ഉറങ്ങുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡിലേക്ക് നാളെ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം.